ആദ്യം പറഞ്ഞു ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ പാടില്ല, നമ്മുടെ സേഫ്റ്റി കോളേജാണ്, ഇവിടെ റൂൾസ് ഉണ്ട്, റെയിൽവേനുള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞു. വക്കീലിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ധൈര്യമായിട്ട് വീഡിയോ എടുത്ത് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇതെന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ ചന്തോച്ചവന്റെ. അടുത്തതായി ഷൊർണൂർ സ്റ്റേഷൻ. അതായത് ഒരാൾക്ക് ഒരടി കിട്ടാം, രണ്ടടി കിട്ടാം, മൂന്നടി കിട്ടാം. ഇത് അടിയോടടി കുമ്മനടി കിട്ടിയിട്ടും ഇവനൊന്നും നന്നായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു ചെറിയ സങ്കടം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MRC തൊപ്പിയുടെ ശിങ്കിടി ടീംസ്, MRC തൊപ്പി ചില്ലറ ടീംസ്, ഈ ടീംസിന് ഒരു പണി കിട്ടി. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ട്രെയിനിൽ കയറി കുമ്മനടിച്ചു എന്ന് പറഞ്ഞാൽ ജനറലിന്റെ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറോ മറ്റേതോ കമ്പാർട്ട്മെന്റിനകത്ത് കയറി, കമ്പാർട്ട്മെന്റിനല്ലേ പറഞ്ഞത്, ബോഗിയിൽ കയറി ഇവര്. ഈ ബോഗിയിൽ കയറിയ സമയത്ത് നമ്മുടെ TTR വരുമല്ലോ, TTR വന്ന് ഇവരോട് ചോദിച്ചപ്പോ ഇവർ അങ്ങോട്ട് തട്ടിക്കയറുന്നു, അവർ ഇങ്ങോട്ട് തട്ടിക്കയറുന്നു, തട്ടിക്കയറിനോട് തട്ടിക്കയറി, തട്ടോ തട്ടും തട്ടിത്തട്ടം. ഈ തട്ടിന്റെ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. വക്കീല് ചെയ്യുമോനെ നീ കേറ കുട്ട, നീ വീഴുള്ള ചക്കര എന്ന് വക്കീലും തീയിട്ട് കൊടുത്ത് തൊപ്പിയോട് വിളിച്ചു വെച്ചപ്പോഴത്തേനും അതിലെ തൊട്ടവന്റെ കവാലടിച്ച് പൊട്ടിച്ചേർന്ന് പറഞ്ഞ് ആ തൊപ്പിയും തീയിട്ട് കൊടുത്ത്. തീയിട്ട് ഇവരിപ്പോ ഇരുന്ന് ഊതിക്കൊണ്ടിരിക്കുകയാണ്, ആശാന്റെ ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വിഷയം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവര്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഹൈപ്പ് വരുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കുക, കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടേക്ക്, ഒരു ലൈക്ക് ഇടുക. കൂടുതൽ ലാഗ് അടിപ്പിച്ച് കുളവാകുന്നില്ല. നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കാണാം. അപ്പോ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ MRC തൊപ്പിയുടെ ഗാൻ. അതായത് മാനത്ത് കൂടുതൽ വെടിയുണ്ട് ഇങ്ങനെ പോവാണേ. ഇവര് മറ്റേ ചാർസം പിടിച്ച് തൂങ്ങിയ വള്ളി ഉണ്ടല്ലോ, ആ വള്ളി കയറി തൂങ്ങിയിട്ട് ആ വെടിയുണ്ട് എടുത്തിട്ട് തൊപ്പിയുടെ നേരെ പക്കനെ വിട്ടുകൊടുക്കും. ഇതാണ് ഇവരുടെ ഒരു പരിപാടി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ട്രെയിനിൽ കയറി യാത്ര ചെയ്യായിരുന്നു. അപ്പോ ജനറൽ കമ്പാർട്ട്മെന്റിലെ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പർ പോലത്തെ എന്തോ ഒരു സെറ്റപ്പിൽ കയറി. ഇത് എല്ലാവരും ചെയ്യുന്നതാണ്. അന്നേരം TTR വരുമ്പോൾ അവരോട് നമ്മൾ വളരെ ഭവ്യതയിൽ സംസാരിക്കും. പൊന്നു സാറേ, അബദ്ധം പറ്റിപ്പോയി സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് സാറേ എന്ന് പറഞ്ഞ് സംസാരിക്കും. അങ്ങനെ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറ്റും, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റടുത്ത് പോകേണ്ടി വരും, പെറ്റി അടിച്ചെന്നാൽ അത് വാങ്ങേണ്ടി വരും. കാരണം നമ്മൾ എടുത്ത ടിക്കറ്റ് ദവിടെ ഇരിക്കേണ്ട നമ്മൾ ഇവിടെ വന്നിരുന്നത് എങ്ങനെ ശരിയാവും? അതായത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ബുക്ക് മൈ ഷോ വെച്ചിട്ട് സിനിമയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്നു, നിങ്ങളുടെ സീറ്റ് ഇത് ദങ്ങാ, നിങ്ങൾ ആ സീറ്റിൽ വേർക്ക് വന്നിരുന്ന എങ്ങനെ ഇരിക്കും? അതാണ് സെറ്റപ്പ്. അപ്പോ അത് ഈ TTR സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കത് അപ്ഗ്രേഡ് ചെയ്ത് തരും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് തരും. അത് നമ്മുടെ ഒരു റൈറ്റ് അല്ല, അത് നമുക്ക് കിട്ടുന്നൊരു അവരുടെ ഒരു അനുകമ്പ കൊണ്ട് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. എന്തിനാണ് സംഭവം MRC ജാസി ഒന്ന് വിശദീകരിക്കണം, നമുക്ക് കേൾക്കാം. ട്രെയിൻ കയറി പേര് സമയത്ത് നമ്മൾ ഓൾറെഡി സ്റ്റേഷനിലേക്ക് ട്രെയിൻ മൂവ് ചെയ്തപ്പോൾ നമ്മൾ ടിക്കറ്റ് ഉണ്ടോ? നമ്മുടെ ജനറൽ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അവസാന ബോഗിയിലേക്ക് പോകുന്നത് നമ്മുടെ കയ്യില് ജനറൽ കമ്പാർട്ട്മെന്റ് ടിക്കറ്റ് ആണുള്ളത്, ജനറൽ കമ്പാർട്ട്മെന്റ്. പക്ഷെ അവർ കയറിയത് ജനറൽ അല്ല. ട്രെയിൻ മൂവ് ചെയ്ത് അപ്പൊ അതിന് മുമ്പ് സ്ലീപ്പറിൽ പോലീസുണ്ടായിരുന്നു. പോലീസുകാർ മക്കളൊരു കാര്യം ഇവിടെ കയറിക്കോ, ഉള്ളിൽ കയറിയിട്ട് എന്തായിക്കോ, സ്ലീപ്പർ ഉണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തോ, ജനറൽ കമ്പാർട്ട്മെന്റ് ടിക്കറ്റ് കൺവേർട്ട് ചെയ്തോ, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്തായി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് മാറി കയറിക്കോ. അപ്പൊ ഞാൻ ചോദിക്കാൻ വേണ്ടി TTR അടുത്ത് പോയി. TTR നമ്മുടെ മുടിയാണ്ട് എന്താ അറിയില്ല, അദ്ദേഹം പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ ആൾക്കാർ ഇവിടെ ടിക്കറ്റും സീറ്റും ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ആ സമയത്ത് എന്താക്കി നമ്മൾ, അപ്പൊ ഞാൻ ടിക്കറ്റ് മേടിച്ചത് എന്തോ കുറ്റി വരുന്നു. ഞാൻ ഒറ്റക്കാണ് ആദ്യം പോയത്. ഞാൻ പിന്നെ ബാക്കോട്ട് പോയി, വിചാരിച്ചും കൂടി ചോദിക്കാൻ പോയ സമയത്ത് ഇതാണ് ഫ്രണ്ടിൽ ഉണ്ടായത്. നമ്മൾ ഫുട്ടേജൊക്കെ എനിക്ക് ഒരു പേടിയാണ്, ഞാൻ വീഡിയോ ഓൺ ആക്കി. ഈ വീഡിയോ ഓൺ ആക്കുന്നത് ഇവൻ അടിക്കാൻ പോയി. നമ്മൾ പറഞ്ഞ സാർ ഇവൻ അടിക്കരുത്, 17 വയസ്സ് അടിക്കാൻ പോയത് MRC ആദിലിനെയാണ്. ഈ ആദില് 17 വയസ്സേ ഉള്ളൂ, അതായത് മൈനറാണ്. പുള്ളിക്കാരനെ അടിക്കാൻ പോയി എന്നാണ് ഇവര് പറയുന്ന വാദം. ഈ അടിക്കുന്നതോ അടിക്കാൻ പോകുന്നതോ ഒന്നും വീഡിയോയിൽ റെക്കോർഡ് ആയിട്ടില്ല. അതിനുശേഷമാണ് ഇവര് വീഡിയോ എടുത്തതെന്ന് പറയുന്നു. അങ്ങനെ അടിക്കാൻ പോയത് വലിയ കാരണം എന്താണെന്ന് അറിയില്ല കേട്ടോ. മൈനർ പറഞ്ഞപ്പോഴും ഇതെന്താക്കി ഇവൻ അടിക്കാൻ പോയി, മുട്ട വെച്ച് ഇങ്ങനെ ആക്കുന്നു, സാറ് എടുക്കരുത്. അപ്പൊ നമ്മൾ വീട്ടു. അപ്പൊ അദ്ദേഹം കൂടുതൽ റൂഡായി ഏത് പോലീസാരെ വെച്ചാൽ എന്നിട്ട് നമ്മൾ പിന്നെ പറഞ്ഞു, എടാ നീ എന്താ അടിച്ചിട്ടുണ്ടോ, എന്താ പൊടി അടിച്ചിട്ടുണ്ടോ, കള്ളു അടിച്ചിട്ടുണ്ടോ, എന്റെ സാധനം എടുക്കണം, എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടുമല്ലോ. വേറെ എന്തോ മെഡിക്കൽ എടുക്കണോ, നമ്മളെന്തോ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നവരെ നമ്മൾ സത്യം അടുത്ത സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് അടുത്ത് കയറാൻ വേണ്ടി തന്നെ ഉണ്ടായി. ഫ്രഷ് നമ്മൾ അടുത്ത സ്റ്റോപ്പ് ഒന്ന് ഇറങ്ങി കയറാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ എടുത്തിട്ട്. ഇതൊക്കെ എല്ലാവരും ട്രെയിനിങ് ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷെ എന്താ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു റൈറ്റ് അല്ല. നമ്മൾ TTRനോട് ചോദിക്കുക, സാർ ഇങ്ങനെ അപ്ഗ്രേഡ് ഓപ്ഷൻ ഉണ്ടോ, അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് കിടന്ന് താളം അടിച്ചിട്ട് ഒരു കഥയും ഇല്ല. ഇറങ്ങി മറ്റടുത്ത് കയറുക എന്നുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഈ എല്ലാ TTRും ഒരേപോലെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഒരു തവണ കയറുമ്പോഴത്തേനും ഒരു TTR ചെയ്തു തന്നെ, രണ്ടാമത്തെ തവണ കയറുമ്പോഴത്തേനും വേറൊരു TTR ആണ്. ഇല്ല, പറ്റൂല, നീ അവിടുത്തെ ടിക്കറ്റ് അവിടെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ.
അപ്പൊ ഈ ഒരു സീനിനകത്ത് MRC ജാസി വളരെ മെച്ചുവേർഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ വിഷയം സംഭവിക്കുമ്പോൾ തൊപ്പിയെ വിളിച്ച് ചോദിക്കുന്നു, ഇവരുടെ വക്കീലിനെ വിളിച്ച് ചോദിക്കുന്നു, പുള്ളിക്കാരൻ സൗമ്യമായി സംസാരിക്കുന്നു, ഈ പ്രശ്നത്തിനെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ജാസിയും ആദിലും അനാവശ്യമായി ബഹളം ഉണ്ടാക്കി അനാവശ്യമായി ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ പോലീസ് അല്ലെങ്കിൽ ഈ TTR എന്നൊക്കെ പറയുന്നത് പബ്ലിക് സെർവൻസ് ആണ്. പോലീസിന് അവരുടേതായ കുറച്ച് റൈറ്റ്സ് ഉണ്ട്, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അവരുടേതായ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിക്കാണ് അവർ പറയുന്നതെങ്കിൽ നമ്മളത് ഒബേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അല്ല അവരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഈ സീനകത്ത് ഈ മമ്മു ചോദിക്കുന്നുണ്ട്, എന്താ സാറേ റീച്ച് വേണോ, സാറേ റീച്ച് വേണോ, റിച്ച് വേണോ ബാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ പൊന്നു മമ്മു, 3000 സംതിങ് ആൾക്കാരാണ് നിങ്ങളെ കാണുന്നത്, പോട്ടു ഒരു 5000 പേരാണ് നിങ്ങൾ കാണുന്നത്. ഈ റീച്ച് ഉണ്ട്, ഞാൻ എന്ത് ചെയ്താലും റീച്ച് ഉണ്ട്, എന്നെ കാണാൻ കുറെ ആൾക്കാരുണ്ടെന്നും പറഞ്ഞിട്ട് എന്ത് തലവെഴുത്തരും കാണിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ ലൈവ് കട്ട് ചെയ്യുന്ന പല തവണയായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അപ്പൊ മമ്മു വന്നിട്ട് ചോദിക്കുക, ഗൈസ് ഡബ്ല്യു ഗൈസ് പറയൂ, നമ്മൾ ലൈവ് ഓഫ് ചെയ്യണമെന്ന്. ഇന്ത്യയൊക്കെ പെടലിക്ക് കേസ് വന്നാൽ നീയൊക്കെ തന്നെ കേസ് ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും. ഈ ലൈവിൽ വന്ന് ഡബ്ല്യു ഇടുന്നവന് ഇടുന്നവനെ ഒക്കെ കൈകൊട്ടിച്ചിരിക്കത്തേ ഉള്ളൂ. നമ്മളെപ്പോലുള്ള കുറെ പേര് ഇത് കണ്ടന്റ് വെക്കും. അപ്പൊ കുറച്ച് ബോധം ഉപയോഗിക്കുക. ഈ MRC ഗ്യാങ് തൊപ്പി ഒരു വള്ളി ഉണ്ടാക്കാതെ പോകുമ്പോഴത്തേനും ഇവന്മാർ എവിടുന്നൊക്കെ വള്ളി പിടിക്കുന്നു അറിയോ. ആദ്യം മറ്റേ കുളിസീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അതിനൊക്കെ ടോപ്പാണ് എന്ന് പറഞ്ഞിട്ട് മമ്മൂ ഒരു സീൻ ഇറക്കി. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ബസിന്റെ നേരെ റാമ്പ് തോക്ക് പിടിച്ചുകൊണ്ട് ഒരു സീൻ ഉണ്ടാക്കി. ഇപ്പൊ കണ്ട റെയിൽവേ ഇതിനകത്ത് സീറ്റ് മാറി കയറി TTRനെ ചൊറിഞ്ഞ് അടുത്ത സീൻ ഉണ്ടാക്കി. എവിടുന്നൊക്കെയാണോ ആ തൊപ്പിക്ക് വള്ളി പിടിച്ചുകൊണ്ട് കൊടുക്കുന്നത്. ഈ വിവരമില്ലായ്മ ഒരു തെറ്റായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നമ്മളത് ഏൺ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വിവരമില്ലായ്മ അല്ല കേട്ടോ, വിവരം ഏൺ ചെയ്യാൻ ശ്രമിക്കുക. വിദ്യാഭ്യാസം ഇല്ല, ബോധം ഇല്ല എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ഒരു അനുഭവങ്ങളിൽ നിന്നാണ് ഇത് മാറേണ്ടത്. ഇപ്പൊ നിങ്ങൾ തൊപ്പിയെ നോക്കുകയാണെങ്കിൽ തൊപ്പി ഇതേ പാറ്റേണിൽ ജീവിച്ച ഒരാളാണ്. തൊപ്പി ഇതേപോലെ പല വള്ളിക്കെട്ടുകൾ ഉണ്ടാക്കിയ ടീമാണ്. പക്ഷെ ഇന്ന് എന്ത് മെച്ചുവേർഡ് ആയിട്ടാണ് അയാൾ ഓരോ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഇവന്മാര് ഒരു 5-6 വർഷം മുമ്പ് തൊപ്പി എന്താണ് ചെയ്തത്, ആ സാധനമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പൊന്നുമോനെ അപ്ഡേറ്റ് ആവുക. നമുക്ക് കോപ്രായങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഈ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ റീച്ച് ഉണ്ടാവുകയും, പക്ഷെ ഇതിന് പുറകെ ഇരുന്ന വള്ളിക്കെട്ടുകളുണ്ടല്ലോ. ജാസി ബാക്കി പറ. ഒന്നെങ്കിൽ പറയാം മോനെ അടുത്ത സ്റ്റോപ്പിലേക്ക് ഇറങ്ങിക്കോ, അടുത്ത സ്റ്റോപ്പ് എത്തി. ആ സമയത്ത് അപ്പൊ നമ്മൾ ഇറക്കി വിട്ടില്ല, നമ്മൾ കുറെ സംസാരിച്ചു, സാറേ നമ്മൾ ഇറങ്ങട്ടെ ഇപ്പൊ ഇറങ്ങാനായില്ല, ഷൊർണൂർ സ്റ്റേഷനിൽ അത് മെമ്മോ ചെയ്തെന്നാലും പറയും. നമ്മൾ വീഡിയോ സമയത്ത് ആദ്യം പറഞ്ഞ് ഒരിക്കലും വീഡിയോ എടുക്കുന്നത്, പക്ഷെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വീഡിയോ എടുത്തത്. നമ്മൾ ഒരു ഭാഗത്തും നമ്മൾ ആദ്യം അപമര്യാദയായിട്ട് പെരുമാറിയില്ല, നമുക്ക് അതിന്റെ ഫുട്ടേജൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മള് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കേസാണ് തിരിച്ചും മറിച്ചും ഈ മമ്മു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മമ്മൂല്ല ജാസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നത്, TTRന്റെ വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ വീഡിയോ ഒക്കെ ഇവർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, റെയിൽവേ പോലീസിന്റെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സാധനം എല്ലാം നിയമപ്രകാരം തെറ്റാണ്. ഇവർക്കെതിരെ പല തരത്തിലുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധനം എടുത്തോ, കേസ് എടുക്ക്, ഈ കേസിന്റെ പേരിൽ എടുക്ക് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുന്ന സാധനമാണ്. മമ്മു ഭയങ്കര ഹാപ്പി. നമുക്കിനി സ്റ്റേഷനിൽ കാണാം, നമുക്കിനി ജയിലിൽ കാണാം, നമുക്കിനി ഷൊർണൂർ സ്റ്റേഷനിൽ എന്റർടൈൻമെന്റ് ഉണ്ടാക്കാം, ഇതൊക്കെയാണ് പറയുന്നത്. മോനെ ഇതാണ് എന്റർടൈൻമെന്റ്. ഇതിന്റെ പേര് എന്റർടൈൻമെന്റ് എന്നല്ല, വിവരമില്ലായ്മ എന്ന് പറയും, ബോധമില്ലായ്മ എന്ന് പറയും. ഇനി നമ്മൾ കേസുകൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന TTRന്റെ, അതായത് ടിക്കറ്റ് എക്സാമിനറുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ, അത് ഒരാളുടെയും പെർമിഷൻ ഇല്ലാതെ അയാളുടെ വീഡിയോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. പക്ഷെ CCTV ക്യാമറ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടു കേട്ടോ. അപ്പോ IPC സെക്ഷൻ 186 പ്രകാരം പബ്ലിക് സർവന്റിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ പറ്റും അവർക്ക്. അതിനകത്ത് 3 മാസം ജയിലും 500 രൂപ പെനാൽറ്റിയും കൊടുക്കേണ്ട സാധനമാണത്. അല്ലെങ്കിൽ IPC സെക്ഷൻ 504, 506 പ്രകാരം കേസെടുക്കാൻ പറ്റും. അത് നമ്മുടെ ഈ ഡിഫർമേഷൻ പോലത്തെ ഒരു സാധനമാണ്, അവരെ ഇൻസൾട്ട് ചെയ്തെന്ന് പറയുന്ന സാധനമാണ്. പിന്നെ IT ആക്ട് എന്തായിരുന്നു, IT ആക്ട് സെക്ഷൻ 66E പ്രകാരം അവരുടെ പ്രൈവസി വയലേറ്റ് ചെയ്തു, അവരുടെ സമ്മതം ഇല്ലാതെ അവരുടെ ഇമേജസ് പകർത്തി, അവരുടെ വീഡിയോ പകർത്തി എന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറ്റും. ഇവര് പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, അവരവരുടെ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും അതും ഈ ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടി നിർവഹണം തടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റുന്നതിലെ മ്യാസ്മരിക സാധനമാണ് ഇവന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളോട് കാണാം. നിങ്ങൾക്ക് സംഭവം ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് കുറച്ചുകൂടെ കാണാം. അതാണ് TTR. പുള്ളിനെ പുറകെ നടന്ന് വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്യാണ്. ഒരു പബ്ലിക് സെർവന്റിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന നൈസായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പക്ഷത്ത് ന്യായം വേണം. ഞാൻ റിസർവേഷൻ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ ടിക്കറ്റ് കാണിച്ചിട്ട് എന്നോട് ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ജനറൽ കമ്പാർട്ട്മെന്റിലെ ടിക്കറ്റ് എടുത്തിട്ട് റിസർവേഷനിൽ കയറിയിട്ട് ചോദിക്കാൻ വന്ന TTRനോട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാ.
കേസില്ലേ എവിടെ പോന്ന് മമ്മു കാണിക്കുന്നത് സാറേ സാറേ കേസില്ലേ എവിടെ പോകുന്നത് നമുക്കിതിനെ കേസ് കൊടുക്കും സാറേ സാറേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മമ്മു ഈ ബഹളം ഉണ്ടാക്കുന്നത്. അവിടെ ചോറ് കൊടുക്കുന്നുണ്ടാ നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ടാ സ്റ്റേഷനിൽ പോണ പോലും എന്തൊക്കെയാ പറയുന്നത്? സ്റ്റേഷനിൽ പോണം പോലും സ്റ്റേഷനിൽ പോണോ അവിടെ നേരത്തെ ചോറ് കൊടുക്കുന്നു. എന്തൊക്കെ തോന്നിവാസ ഡയലോഗ് പറയുന്നറിയോ? നമ്മള് ഒന്നിൽ പ്രായത്തിന് മൂത്ത ആൾക്ക് ഒരു ബഹുമാനം കൊടുത്ത് പഠിക്കുക. ഇതിനകത്ത് എനിക്ക് പ്യൂർലി നിങ്ങളുടെ സൈഡിലാണ് തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു വലിയ അലിഗേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. നമുക്ക് മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സേഫ്റ്റി കൺസേൺ ആണെങ്കിൽ ഇങ്ങനെ അവന്റെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ സെൽഫി നമ്മളെ വെച്ചിട്ടാണ് പല ആൾക്കാരും വീഡിയോ എടുത്ത് നമ്മൾ കണ്ടിരിക്കുന്നത്. അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് എന്റെ ഒരു അറിവ്. അല്ലെങ്കിൽ ഇതുപോലെ കിട്ടും. ഇവരിപ്പോ സ്റ്റേഷനിൽ തന്നെയാണെന്ന് ഇറങ്ങിയെന്ന് വലിയ ഒരു വിവരം കിട്ടിയില്ല. ഏതായാലും ഇത് കുറച്ച് വള്ളി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോഴത്തേനും ലൈവിൽ വന്നിരുന്നത് ബാക്കി അടിക്കണ്ടേ എന്താ അറിയേണ്ടത് ഡ്രഗ്സ് അടിച്ചോ ഡ്രഗ്സ് അടിച്ചോ ചോദിക്കണം സാർ എന്താണ് ഈ പ്രകടനം കാണുമ്പോൾ ഡ്രഗ്സ് അടിച്ചോന്ന് ചോദിച്ചു പോകും കേട്ടോ മമ്മു. നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. നിങ്ങള് പച്ചക്ക് നിൽക്കുകയാണെങ്കിലും ഒരല്പം ചിക്കിലാണോ എന്നൊരു സംശയം കാരണം നമുക്ക് തന്നെ തോന്നുന്നു. അപ്പൊ പിന്നെ അങ്ങർക്ക് ഒന്നേ തെറ്റു പറയാൻ പറ്റുമോ? ഡ്രഗ്സ് അടിച്ചോ എന്താണ് അറിയണ്ടേ ഓപ്പൺ ടിക്കറ്റ് എടുത്തിട്ട് പോലീസുകാരെ നമ്മൾ ഇതിനെടുക്കാന്നല്ല എന്റെ സേഫ്റ്റി അന്നെ അടിക്കാൻ വന്നു മൈനറാ അന്നെ അടിക്കാൻ ടീച്ചർ അടിക്കാൻ വന്നു അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡ്യൂട്ടിയിൽ വന്ന ഉദ്യോഗസ്ഥനെ അടിക്കാൻ വന്നു. അത് ഇതവര് അങ്ങോട്ട് അടിക്കാൻ വന്നാണോ അവർ ഇങ്ങോട്ട് അടിക്കാൻ വന്നാണോ നമുക്കറിയത്തില്ല. അങ്ങനെയാണ് കുടുങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും മറ്റൊരാളെ ഒഫൻസ് ചെയ്യാതെ ചെയ്യുക. കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കി അത് വള്ളിക്കെട്ടാക്കി അത് കുളവാക്കി അത് വധവാക്കി അടുത്തൊരുത്തന്റെ തലയിലോട്ട് വെച്ചു കൊടുത്ത ഒരുത്തനും സോഷ്യൽ മീഡിയയിൽ വർഷങ്ങൾ ഉണ്ടാക്കിയ പേര് ഡീറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഈസിയാണ്. ആ പേര് വീണ്ടും സൃഷ്ടിക്കാനാണ് പാട്. എന്റെ പൊന്നു തൊപ്പി ഇവന്മാർക്കൊക്കെ വലിയ എഡ്യൂക്കേഷൻ കൊടുക്കുക. എനിക്ക് തോന്നുന്നു ആകെ കുറച്ചെങ്കിലും ബോധവും പൊക്കണവും സംസാരിക്കാനുള്ള കെൽപ്പുള്ളത് ഈ ജാതിക്ക് മാത്രമേ ഉള്ളൂ. ഈ മമ്മുവും ആദിലും പിന്നെ പോട്ട് 17-18 വയസ്സായില്ല, പ്രായത്തിന്റെ കളപ്പാണെങ്കിലും പറയാം. എന്റെ പൊന്നു മമ്മു എമ്മാതിരി വള്ളിയിലൊക്കെ പോയി വീണ് കുറച്ചൊക്കെ മെച്ചൂർഡ് ആവണ്ടേ? കൊള്ളാം നല്ലതാ നല്ല ഇങ്ങനെ കണ്ടന്റുകൾ ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് വീണ്ടും ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള കേസുകൾ മേടിക്കുക, സുഖമായിട്ട് ജയിലിൽ പോയി കിടക്കാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇതെല്ലാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കണ്ടുള്ള കേൾക്കാവട്ടെ.